എടാ രമേശ, സത്യമായിട്ടും ഞാൻ നിന്റെ കാള് കണ്ടില്ല. അത് മാത്രമല്ല, ഈ കുന്ത്രാണം ഞാൻ എപ്പോഴും കൈ കൊണ്ടു കൊടുക്കുന്ന ശീലം എനിക്കില്ല. സത്യം. ആ, എനിക്കിത് ഞോണ്ടുന്ന എപ്പോഴും ഇഷ്ടമല്ലടാ. സത്യം, നീ കാര്യം പറ. ആ ആ ആ ആ അന്ന് 10ാം ക്ലാസ്സില് എവിടെ വെച്ച്? എന്നാ പരിപാടി? ഓ, എനിക്കിപ്പോ സമയമൊന്നും ഇല്ലടാ വരാൻ. അതേ, എനിക്ക് അതിനകത്ത് വരുന്ന വലിയ താല്പര്യമൊന്നുമില്ല. നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ വരാം. അത്ര എനിക്കിപ്പോ പറയാൻ പറ്റും. ആ അല്ല, നിങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, അതില്ലാഞ്ഞിട്ടല്ല. ആ വരാൻ നോക്കാം. പറ്റുവാണെങ്കിൽ ഞാൻ വരാൻ നോക്കാം. ഉറപ്പ് സത്യം. ഇടി, അതേ, പണ്ട് എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു രമേശ് നായരുണ്ട്. അത് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് ഈ വലിയ ജോലിയൊക്കെ ആയിട്ട് അവനങ്ങ് കാനഡയിൽ അവനും ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കുക. അവനിപ്പോ വിളിച്ചതാ, 1 മാസം മുമ്പും വിളിച്ചായിരുന്നേ. അവനിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ടേ. അല്ല, വേറൊരു കാര്യമുണ്ട്. അവനിപ്പോ ഒരു ചെറിയ ആഗ്രഹം. അന്ന് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പിള്ളേരെല്ലാം കൂടെ ഇപ്പൊ വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ അന്നത്തെ പിള്ളേരെല്ലാം കൂടെ ഒരുപാട് വർഷമായില്ലേ കൂടി കണ്ടിട്ട് എല്ലാവരെയും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എവനായിപ്പോ മുൻകൈ എടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിടാ, എനിക്ക് വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട്, അസൗകര്യമുണ്ട്, ചിലപ്പോഴേ എനിക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്താ സൗകര്യം? മാമന് പൊയ്ക്കൂടെ? ഇത്രയും വർഷം എന്ത് കൂടുമ്പോ കാണുന്നല്ലേ, എത്രയോ നാളുകൊണ്ട് കാണുന്നല്ലേ, നല്ല രസമല്ലേ ഇതൊക്കെ, പോയി കാണ്. അതൊന്ന് പറഞ്ഞാലേ, എനിക്ക് അതിനകത്തുള്ള അസൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഒക്കെ കല്യാണം കഴിച്ച് പിള്ളേരും ഒക്കെ ആയിട്ട് ജീവിക്കുക. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അന്ന് 10ാം ക്ലാസ് പഠിച്ച കൂട്ടത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ജോലിയില്ലാത്തത്. ഞാനന്ന് പഠിക്കുന്ന കാലത്ത് നല്ല ഗ്ലാമറും എനിക്ക് കാശും കാര്യങ്ങളും പിന്നെ ഈ അടിതടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ക്ലാസ് ലീഡർ ആയിരുന്നടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലാവരും ഒക്കെ പഠിച്ചുമൊക്കെ പോയി എഞ്ചിനീയർമാരും ഡോക്ടർമാരും അങ്ങ് അമേരിക്കയിലും ലണ്ടനിലും പിന്നെ ഇന്ത്യയിൽ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും സൂപ്പറിൻഡിങ് എഞ്ചിനീയറും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവന്മാരാ. അതിനിടെ ഞാൻ ചെന്ന് കയറുന്നത്, ഫാമിലി ഒന്നുമില്ല, ഞാൻ ചെന്ന് കയറുന്നത്. എനിക്ക് ജോലിയില്ലല്ലോടി, എനിക്കൊരു നാണക്കേട്. എന്തോന്ന് നാണക്കേട് മാമ? ഒരു നാണക്കേടും ഇല്ല. അവരൊക്കെ കൂടുമ്പോ കുട്ടികളും ഒക്കെ ആയി പ്രാരാബ്ദം അടിച്ച് നടക്കുമ്പോഴത്തേക്കും മാമ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നതിൽ വലിയ അഭിമാനമാണ് എനിക്കുള്ളത്. അവരിതൊക്കെ കാണുമ്പോ ആ മാമനോട് അസൂയ തോന്നും, അതെനിക്ക് ഉറപ്പാണ്. എന്തെന്നാലും നാട്ടുരാജാവിനെ പോലെയല്ലേ ജീവിക്കുന്നത്. അതൊക്കെ ഒരു പരിധിവരെ ശരിയാണ്. അല്ല, അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരുന്നു ഈ ക്ലാസ്സിലെ ഒരു എണ്ണപ്പെട്ട വ്യക്തി. അത് മാത്രമല്ല, അന്ന് എന്നെ കാണാനും വലിയ ഗ്ലാമറും ഇല്ല, ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്ന് എന്നെ പലരും പ്രേം നസീർ എന്നൊക്കെയാ വിളിക്കുന്നത്. ഇന്നിപ്പോ അത് അങ്ങനെ വേണ്ടാന്ന് വെച്ചത്. ഇപ്പോഴും മാമനെ കാണാൻ മമ്മൂക്കെ പോലെയൊക്കെ ആണ് അല്ലല്ല, അങ്ങനെ പലരും പറയുന്നുണ്ട്. എന്നല്ല ഞാൻ പറയാൻ വന്നത്. അങ്ങനെ പറയുമെന്ന് മാമൻ വിചാരിക്കണ്ട. അത് പറയുമ്പോ മാമൻ അങ്ങ് സുഖിക്കും അല്ലേ? അല്ലേ, അങ്ങനൊന്നുമില്ല. മാമൻ പോവാൻ നോക്ക്. ഇതൊക്കെ എന്നും കിട്ടുന്ന അവസരമൊന്നും അല്ല എല്ലാരും കാണാൻ പറ്റുന്ന. പിന്നെ മാമനെ പോലെ കല്യാണം കഴിക്കാത്ത ആരെങ്കിലൊക്കെ അതിൽ കാണുമല്ലോ, നോക്കാലോ നമുക്ക്. പെൺപിള്ളേരെ അവരൊക്കെ അമ്മമാരായി കാണും, വല്യമ്മമാരായി കാണും. ഇനി കൂടുതലൊന്നും ആലോചിക്കാല്ലോ, മാമ എന്തായാലും പോണം. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ മുണ്ടും കയ്യിലും ഒക്കെ ഇല്ലേ സാറിന് കൊടുക്കുന്നത്. അപ്പൊ അത്രയൊരു ഫംഗ്ഷൻ പോകുമ്പോ എന്തെങ്കിലും പാന്റോ ഷർട്ടോ ഒക്കെ വേണമല്ലോ. അത് വേണം. അല്ല, അത് നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനീ ഒരു പാന്റും ഷർട്ടും ഒക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോ നീ ഇവിടെ വന്ന് എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തരണം. ഞാൻ എപ്പോ വന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്. മാമൻ പാന്റ് ഷർട്ട് എടുക്കുമ്പോഴേ എനിക്ക് ഒരു ജോഡി ഡ്രസ് എടുത്തു. ഒരു ജോഡി ഡ്രസ്. അല്ല, എന്റെ പെട്ടിക്കകത്തേ പഴയ ഒരു പാന്റും ഷർട്ട് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടോളാം. ആണല്ലേ? അതെ, മാമന് അച്ഛനെ പോലെ ആവരുത് കേട്ടോ. നീ വിഷമിക്കണ്ട, നിനക്ക് ഒരു ജോഡി വാങ്ങിച്ചു തരും. നിങ്ങൾക്ക് ഈ സ്വഭാവം പണ്ടേ ഉള്ളതാ, ഇനി ഇത് സംഭവിച്ചു തരില്ല. എന്തോ സംഭവിക്കേ മണി, നിന്റെ ഭാഗത്താണ് തെറ്റ്. എന്നിട്ടും ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ ക്ഷമിച്ചിട്ടാണ് പോണത്. പല പ്രാവശ്യം നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ക്ഷമിക്കുന്നു. അപ്പൊ അതിനകത്ത് നീ എന്നെ തലയിൽ കയറുകയാണ്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ തലയിൽ കയറി? നീയാ എന്ത് പറഞ്ഞാലും നീ തലയിൽ തന്നെ കയറുന്നേ.
ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് പോകുന്നതല്ലാതെ ഞാൻ തലയിൽ കയറിയിട്ടില്ല. അതിനാണ് തലയിൽ കയറെന്ന് പറയുന്നത്. എന്തോന്ന് അനുസരിച്ച് പോണെന്ന്? എല്ലാ കാര്യങ്ങളും അനുസരിച്ച് തന്നെ പോണത്. എല്ലാ കാര്യം അനുസരിച്ച് ഇവിടെ എന്നെ കൊണ്ട് പറയില്ലേ? എന്റെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എന്തിന് മക്കള് വരെ പറയണ് അമ്മയെ പേടിച്ചാണ് അച്ഛൻ ജീവിക്കുന്നത്. അത് നിങ്ങൾ അവരെ കാണിക്കുന്നുണ്ട്. എല്ലാരും മുന്നേ വെച്ചിട്ട് ഭാര്യ പേടിച്ചാണ് കഴിയണമെന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് പ്രവർത്തിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തോന്ന് കാണിക്കുന്നത്? ഈ അഭിനയം തന്നെയാണ് എന്റെ പ്രശ്നം. അഭിനയോ? അനാവശ്യം പറയില്ലേട്ടാ. ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ട് കറക്റ്റ് ആയിട്ട് കാര്യം പറയൂല. എന്നിട്ട് വിഴുങ്ങി വിഴുങ്ങി മുഖം വെറുപ്പിച്ച് വല്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വല്ലാത്തൊരു പെരുമാറ്റം കാണിക്കും. എന്തോന്നാണ് നീ പറയണത്? നിന്റെ മനസ്സിലാണ് കോംപ്ലക്സ്. നീയാണ് ഇതൊക്കെ പറയണത്. എനിക്കൊരു കോംപ്ലക്സ് ഇല്ല. എന്തിന്റെ കുറവാണ്? എന്തിന്റെ കുറവാണ്? കുറവിന്റെ കാര്യം പറഞ്ഞ കുറവിന്റെ അല്ല, ചക്കെന്ന് പറയുമ്പോ ചുക്കെന്ന് പറയല്ലേ മനുഷ്യ. എടി എന്റെ ഓഫീസിലുണ്ടല്ലോ, ഓഫീസിലുള്ളവരുമൊക്കെ അവരുടെ ഭാര്യമാരുടെ കഥകളൊക്കെ വന്ന് പറയും. എനിക്ക് എന്റെ ഓഫീസിൽ ഉള്ള കാര്യം നിന്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഉടനെ നിനക്ക് സംശയമാണ്. സംശയം അല്ല, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ലേ എനിക്ക് സംശയം വരുന്നത് അല്ലേ? ഞാൻ വെറും ഒരു സംശയ രോഗി, സൈക്കോ, മറ്റേ എന്തോ മനോരോഗി. ഞാൻ എന്തോന്ന് നിന്നെ കുറ്റം പറയുന്നത്? ഈ പറഞ്ഞൊക്കെ കുറ്റമല്ലേ? പിന്നെ ഇപ്പൊ നല്ലതാ പറഞ്ഞോണ്ടിരുന്നത് എന്നെ പറ്റി. നീ ഇതൊക്കെ പറയും കാര്യം. നീ മറ്റേ പുള്ളിമെന്നുള്ള വീട്ടിലെ ഭാർഗവൻ പിള്ളയുടെ മോളെ. ഭാർഗവൻ പിള്ളയുടെ മോളേനെ, പക്ഷെ എന്റെ അച്ഛന്റെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് അധികാരമില്ല. പിന്നെ നിന്റെ അച്ഛന്റെ പേര് ഭാർഗവൻ പിള്ള, അത് പറയും ഞാൻ. ഭാർഗവൻ പിള്ള ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛന്റെ പേര് ഞാൻ പറയട്ടെ. എനിക്കറിയാം നീ ഒരു പ്രാവശ്യം 10 പ്രാവശ്യം പറ എന്റെ അച്ഛന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് തൃപ്തിയാവും. എന്റെ തറവാട്ട് പിറന്നവർ ഇങ്ങനെ വല്ലവരും അച്ഛനെ പറ്റി പറയാറില്ല. ഓഫീസിലുണ്ടല്ലോ, ഓഫീസിലുള്ളവരുമൊക്കെ ഒരു ബഹളം ഭാര്യമാരുടെ അളിയന്റെ സൗണ്ടാണല്ലോ. വഴക്കുണ്ടാക്കുന്നു. ഞാൻ പറയൂടി പുലിയുടെ വീട്ടില് ഭാർഗവൻ പിള്ള, പുലിയുടെ വീട്ടിൽ ഭാർഗവൻ പിള്ള, പുലിയുടെ വീട്ടിൽ ഭാർഗവൻ പിള്ളയുടെ മോള്. ഞാൻ പറയും. എനിക്ക് ഇതിന് തിരിച്ചുത്തരം പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ രീതിയിൽ എടുക്കും അതിനെ. എന്ത് ബഹളം? നീ പറ. ചേട്ടാ എനിക്ക് മതിയായി, മടുത്ത്. എന്തൊരു ജീവിതം ഇത്. എനിക്ക് വയ്യ. എന്റെ കാര്യം എന്താന്ന് പറ. കാര്യം ഇങ്ങനെ പറഞ്ഞു മടുത്തു പോലും. എന്ത് പ്രശ്ന? ഒരു മനുഷ്യൻ എത്ര ക്ഷമിക്കണം? എത്ര ക്ഷമിക്കണം? അല്ല കാര്യം പറയല്ലേ. കാര്യം സമാധാനമായിട്ട് കാര്യം പറ അളിയ, നമുക്ക് സോൾവ് ചെയ്യാം. എന്തോന്ന് സോൾവ് ചെയ്യാൻ? അളിയൻ പറ. എനിക്കൊന്നും പറയാനില്ല. പെങ്ങളോട് ചോദിച്ചു. അല്ല പെങ്ങൾ പറഞ്ഞു മാറിയില്ല. വെച്ചാ പെങ്ങളെടുത്ത് ചോദിക്കാം. അളിയ പെങ്ങൾ പറഞ്ഞു തരും. അളിയ നിന്നേ കാര്യമൊന്നും പറയാതെ അളിയൻ പോയാൽ കണ്ടില്ലേ? അവള് കയറിപ്പോയത് എന്താ പറഞ്ഞിട്ടാന്നറിയോ? അവൾക്ക് ജീവിതം മടുത്തെന്ന്. സ്ഥിരമാണല്ലോ മാമ. അല്ല സ്ഥിരമാന്നുള്ളതല്ല, അളിയനെങ്കിലും എന്റെ കാര്യം പറയായിരുന്നല്ലോ. അവളത് പറഞ്ഞില്ല. അത് സാരമില്ല, ശരിയായ കാര്യമല്ല ഇത്. മാമ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? അല്ല എനിക്ക് ഇമോഷണൽ ആയിരിക്കാൻ പറ്റത്തില്ല. എന്റെ പെങ്ങളുടെ കാര്യമാ. നിനക്ക് അങ്ങനൊക്കെ പറയാം. എന്റെ പൊന്നു മാമ, ഞാൻ ഇത് സ്ഥിരം കാണുന്നതാണ്. ഇവർ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കുന്നത്. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ചക്കര ഈച്ചയും പോലെയാണ്. പക്ഷെ ഇതങ്ങനല്ലേ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞു കേട്ടില്ലേ? ലേലം വിളിക്കുന്നതല്ലേ പുലിയുടെ വീട്ടിൽ ഭാർഗവൻ പിള്ള എന്ന് പറഞ്ഞത്. അപ്പൊ എന്തോ കാര്യമുണ്ട്. ഞാൻ നോക്കിട്ട് വരാം. ഓ ഇനി എന്താവോ എന്തോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാനല്ല തെറ്റുകാരൻ. ഓ പിന്നെ എന്താണ് പ്രശ്നമെന്ന് പറ മക്കളെ. അത് നീ അമ്മയെടുത്ത് ചോദിച്ചു. ബെസ്റ്റ്. അമ്മയടുത്ത് പോയി ചോദിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അച്ഛനോട് പോയി ചോദിക്കേ. ഞാൻ ഇനി ആരടുത്ത് പോയി ചോദിക്കണം? എന്റെ മോളെ, മണിയുടെ സ്വഭാവം നിനക്കറിയല്ലോ. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം പറഞ്ഞു ഊതി പെരുപ്പിച്ച് വലുതാക്കി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചയും വെള്ളം ഉണ്ടാക്കി അവളങ്ങ് പോകും. നോക്കിയോ, കുറച്ച് കഴിയുമ്പോൾ അവള് ശാന്തമായിട്ട് വന്ന് രവിയേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. ഞാനല്ല ഒന്നിനും പോയത്. അതെ, അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും. പക്ഷേ ഇപ്പോഴേ ഈ വീട്ടിൽ ഒരാളും കൂടി ഉണ്ട്, മണിക്കുട്ട മാമൻ. മാമന്റെ മുമ്പാണ് നിങ്ങൾ രണ്ടുപേരുടെ ഈ അഭ്യാസങ്ങൾ മൊത്തം. ഞാനല്ല, അവളാണ് എന്റെ അടുത്ത് വഴക്കടിക്കാൻ വന്നത്. ഞാൻ മര്യാദയ്ക്ക് കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളാണ് വന്ന് ചൊറിഞ്ഞ് സംസാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് അവസാനം പിന്നെ ഞാൻ പറഞ്ഞത് മാത്രമേ വെളിയിൽ വരുള്ളൂ ഇവിടെ. അതെനിക്ക് അറിയാലോ അച്ഛാ. പക്ഷെ ഒന്നാമതെ മാമന്റെ സ്വഭാവം അറിയാലോ. അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ മതി, ഭയങ്കര പ്രശ്നമായിരിക്കും ഈ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അറിഞ്ഞ ഇവളിങ്ങനെ കരഞ്ഞോണ്ട് പോകുന്നു. അറിഞ്ഞോ അറിഞ്ഞില്ലേ, എന്തായാലും ഇനിയുള്ളത് മാമ വരുമ്പം പറയുന്നത് എല്ലാ കാര്യവും അച്ഛൻ അങ്ങ് അത് കേട്ട് ഫേസ് ചെയ്താൽ മതി. എന്തോന്ന് ഫേസ് ചെയ്യാൻ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റ് ചെയ്തോ ഇല്ലയോ, എന്താണോ മാമൻ പറയാൻ വരുന്നത് അതെല്ലാം കേട്ടോണ്ടിരിക്കുക. മക്കളെ ഞാൻ പറഞ്ഞുതരാം, എപ്പോഴും ഇതുപോലെ അല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിയുമ്പോ ഈ മണി തന്നെ വരും. രവിയേട്ടാ സോറി എന്തൊക്കെ പറഞ്ഞു വരും. നോക്കിക്കോ, നീ നോക്കിക്കോ. അതെനിക്കറിയാം, പക്ഷെ മാമൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ പോകാൻ പറ. പിന്നെ അല്ലാതെ ആവശ്യമില്ലാത്ത കേസിൽ മണിക്കൂട്ടം ഇടപെടേണ്ട കാര്യം എന്താണ്? എന്താണിത്? അത് അനിയത്തിയുടെ സ്നേഹമാണ്. അനിയത്തിയുടെ കാര്യം അറിയാതില്ല സംസാരിച്ചത്, കാര്യം അറിയാതില്ല പറഞ്ഞത്. കാര്യം അറിയാതെയൊക്കെ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ എന്തായാലും ഇനി വരാൻ പോകുന്നതേ അമ്മയായിരിക്കില്ല സംസാരിക്കാൻ വരാൻ, പിന്നെ മണിക്കുട്ട മാമനായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാ അച്ഛൻ മാമനോട് സംസാരിച്ച വരട്ടെ, ഞാൻ പറഞ്ഞോളാം. ഞാൻ പോണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം എന്റെ ഇതിൽ തന്നെ അവൾക്കും മതിയായി. എല്ലാവർക്കും
ഒരു സ്ഥലത്തും സ്വൈര്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ജമ്പത്തിൽ കിട്ടൂല. ദൈവമേ. ലിയ, ലിയ, ഓ അളിയൻ ഇത് എന്ത് ഉദ്ദേശിച്ച? എന്തോന്നു ഉദ്ദേശം? ആഹാരമാകുമ്പോ അതിനകത്ത് കല്ലും മണ്ണും മുടിയൊക്കെ ഉണ്ടായെന്ന് വരും. അതാരും പ്രത്യേകിച്ച് കൊണ്ടിടുന്നതൊന്നും അല്ല. അത് തന്നെ അളിയ, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന. അതെ അതെനിക്കറിയാം. ഇതിനു മുമ്പ് ഇതുപോലെ മുടിയും കല്ലും മണ്ണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഉണ്ടല്ലോ, ഞാൻ ചിക്കൻ കറി കഴിക്കുമ്പോ ചിക്കന്റെ കഴുത്താണെന്ന് പറഞ്ഞ എടുത്ത് കഴിച്ചെന്താ അറിയുമോ? കടിച്ച് കുക്കറിന്റെ വിസില് എന്റെ തൊണ്ടയെ കുടുങ്ങിയിരുന്നെങ്കിലോ? അന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അളിയൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തെല്ലാം കൂടെ കൂട്ടി വെച്ച് എന്റെ പെങ്ങെടുത്ത് പെരുമാറുകയല്ലേ അളിയ? എന്തോന്നാ അളിയ പറയുന്നെന്ന്? അപ്പൊ ഇതൊന്നും മറക്കാതെ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്റെ പെങ്ങളെ പീഡിപ്പിക്കുകയല്ലേ അളിയ? മണിക്കുട്ടി എന്തോന്ന് പറഞ്ഞു? അങ്ങനെയൊന്നും അല്ലെന്ന്. പിന്നെ എങ്ങനെയാ? അല്ലേലും മണിക്കുട്ടിക്ക് അടുത്ത കാലത്ത് വളരെ അശ്രദ്ധയാണ്, അറിയാമോ? ഗ്യാസ് തന്നെ എത്ര പ്രാവശ്യം തുറന്നിട്ടിട്ടുണ്ടോ? ഞാൻ മണം അടിച്ചു വന്ന് നോക്കുമ്പോ ഗ്യാസ് ഓണായി കിടക്കുന്നു. ഞാനാണോ എന്ത് അപകടം ഉണ്ടാവുമായിരുന്നു? അപ്പൊ ഗ്യാസ് തുറന്നു വിട്ടവളെ കത്തിക്കാൻ വരെ പ്ലാൻ ഉണ്ടില്ല എളിയന്. അന്ന് ശരിയായ കാര്യമല്ല എളിയ. മണിക്കുട്ടി എന്തോന്നൊക്കെ പറയണേ? എന്നോട് മാത്രമല്ല, കുട്ടികളോട് കൂടി അവളിപ്പോ ദേശത്തിലാണ് സംസാരിക്കുന്നത്. എന്തളിയാ, അവൾക്ക് ഭയങ്കര ഇതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ കാലമായല്ലോ. 2 കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞപ്പം അളിയൻ അവളെ വേണ്ട അല്ലയോ അളിയ? അളിയൻ അവളെ വേണ്ട. മണിക്കുട്ടി എന്തോന്ന് ഉദ്ദേശിച്ചിട്ട് പറയുന്നതൊക്കെ ശരിയായ കാര്യമല്ല അളിയ. എന്തോ ശരിയായിട്ട്? മണിക്കുട്ടി അവളുടെ ഈ കാളെ പറ്റിയെന്ന് പറയുമ്പോ കയറുന്ന സ്വഭാവം ഉണ്ടല്ലോ. നിക്കേ അപ്പൊ അളിയൻ പറഞ്ഞു വരുന്ന എന്റെ പെങ്ങക്ക് കാള വെച്ചാൽ ഉടനെ കയറെടുക്കുന്ന സ്വഭാവന്നല്ലേ? അതെ. അളിയൻ എത്ര കാള വേണം, എത്ര കായറ് വേണം? പുലിയുടെ വീട്ടിലോട്ട് വാ. അളിയൻ അപ്പൊ കാളയും കയറും വേണമല്ലേ? അതല്ല പറഞ്ഞത്. എന്തോ അളിയ പറഞ്ഞത്? ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കാതെ എടുത്തിയാടിയുള്ള അവളുടെ പെരുമാറ്റം ഉണ്ടല്ലോ, അതിപ്പോ എന്നോട് മാത്രമല്ല കുട്ടികളോടും അവൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അതിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. അപ്പൊ അളിയനെ കൂടുതൽ അങ്ങ് സഹിച്ച് ജീവിക്കണ്ട, അവളെ അങ്ങ് ഡൈവോഴ്സ് ചെയ്തേരെ. മണിക്കൂട്ടാ, ഇംഗ്ലീഷ് പറഞ്ഞ മനസ്സിലായില്ലയോ? അവളെ അങ്ങ് ഉപേക്ഷിച്ചേരെ, എന്തിന് ബന്ധം ഒഴിഞ്ഞേരെ. താണ്ടേ അളിയ, നിങ്ങള് ബന്ധം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിത്തിൻ സെക്കൻഡ്സ് ഞാൻ നല്ല മണിമണി പോലത്തെ പിള്ളേരെ കൊണ്ട് അവളെ കെട്ടിക്കും. വേണ്ടി വന്നാൽ നിങ്ങളുടെ ബാങ്കിന്റെ ജനറൽ മാനേജരെ കൊണ്ട് ഞാൻ കെട്ടിക്കും. മണിക്കൂട്ട, ഇത്ര മാത്രം പ്രശ്നം ഇവിടെ എന്തുണ്ടായി? ഡിവോഴ്സ് ചെയ്യാനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായി? എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? എന്റെ പെങ്ങള് നീറി ഇവിടെ കഴിയുകളിയാ. അവൾ ഇതുവരെ എന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല, ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല. അത് ഞാൻ അനുവദിക്കത്തില്ല. ദൈവമേ, മണിക്കൂട്ട കാര്യം അറിയാ, സംസാരിക്കല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തോന്നു? അവളെ ഇനി വേദനിപ്പിച്ചാല് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. മണിക്കൂട്ട ഇങ്ങോട്ട് പറയട്ടെ. മണിക്കൂട്ട, കാര്യം അറിയാതെ സംസാരിക്കണേ. ഈ അളിയന്റെ കാര്യം മണിക്കൂട്ട, വെട്ടാൻ പോണ ബോധത്തിനോട് വേദം ഓതിട്ട് കാര്യമുണ്ടോ? പെങ്ങളെ പെങ്ങളെ എന്താ നിനക്ക് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇപ്പൊ എന്റെ കൂടെ വന്നോണം. എന്തിന്? നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. എടി, നിന്നെ സംരക്ഷിക്കാൻ എന്റെ അച്ഛനുണ്ട് ആ വീട്ടില്, ഞാനുണ്ട് എന്റെ ആങ്ങള. ഇങ്ങനെ വല്ലവന്റെ ആട്ടും തുപ്പും കേട്ടൊന്നും ഇങ്ങനെ നീ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ നിന്നോടൊരു കാര്യം, നീ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇറങ്ങണം. ഇല്ലെങ്കിൽ പിന്നെ പുലിയുടെ വീട്ടിന്റെ പടിയോട്ടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞങ്ങൾ പോയിട്ട് പിഞ്ചിയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവും, കേട്ടോ? അളിയനൊന്നും പറയണ്ട, അളിയ എല്ലാ കാര്യങ്ങളും അറിയാം. എന്റെ പെങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എനിക്കറിയാം. അളിയന്റെ പെങ്ങളെ പീഡിപ്പിക്കല്ലോ അളിയ. എന്റെ പെങ്ങളെ പെട്രോൾ ഒഴിച്ച് കണക്കിൽ കത്തിക്കുമല്ലോ അളിയ. ഇതിന് മാത്രം എന്ത് പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. അളിയൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങള്. അയ്യോ, എന്തോന്നിത്? എന്താ അളിയ, ഞാൻ പറയട്ടെ? അളിയനൊന്നും പറയണ്ട, അളിയനൊന്നും ഒരക്ഷരം പറയണ്ട. എന്താണ് പ്രശ്നം? ആരെങ്കിലും ഒരാള് പറ പ്ലീസ്. എനിക്കെല്ലാം അറിയാളിയാ. ഇന്ന് ഈ വീട്ടിൽ ഇങ്ങനെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് ഇത്രയും ചെറിയൊരു മുടി കിട്ടി, അതിനായി വഴക്ക് ഉണ്ടാക്കിയേക്കുന്നത്. പെങ്ങള് വിഷമിക്കണ്ട, പെങ്ങളെ ഇങ്ങനെ പോന്നെ പോട്ടെ, വേറെ 100 ആലോചന ഞാൻ കൊണ്ടുവരാം.
എന്തിനാ ഈ പുളുന്താനെ കെട്ടുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് കല്യാണാലോചന വന്ന മൈസൂർ കൊട്ടാരത്തിന് വരെ ആലോചന വന്ന എന്നിട്ട് എന്തേ കെട്ടിക്കത്തെ? അത് പിന്നെ ഇവക്ക് കന്നഡ അറിഞ്ഞൂടാ. എന്റെ അളിയ ഞാൻ ഒന്ന് പറയട്ടെ മക്കളെ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അളിയനൊന്നും പറയണ്ട അളിയ, ഇരുന്നതൊക്കെ എനിക്കറിയാം. അളിയ ഒന്നും പറയണ്ട. അതെ അച്ഛൻ എന്താണ് കാര്യം എന്ന് പറ. മക്കളെ അച്ഛൻ പറയാം. ഇന്ന് അച്ഛൻ ഊണ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മ അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ കഴിക്കുന്ന ചോറ് ഇന്നൊരു മുടി കിട്ടി. കണ്ടോ 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 പറയട്ടെന്ന്. അപ്പൊ ആ മുടി മാറ്റി വെച്ചിട്ട് ഞാൻ ചോറ് കഴിച്ച്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൈയടിയിട്ട് വരുമ്പോണ്ടല്ലോ എന്നെ കുറ്റം പറയുന്നു. ഞാൻ വഴക്ക് പറഞ്ഞില്ല. അത് അതൊന്നുമല്ല അളിയ, അളിയൻ ഇത് കള്ളം പറയാ, എനിക്ക് സംശയമില്ല. കള്ളം പറയണം മണി, പറയണ്ട. ഇത് ഞാൻ പറഞ്ഞുതരാം കാര്യം എന്തോ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട്. ഞാൻ ചോറ് വിളമ്പി ചേട്ടൻ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കായിരുന്നു. കഴിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു മുടി കയ്യിൽ വന്നു. കൈ വന്ന മുടിയുടെ അടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു എക്സ്പ്രഷൻ പോലും വ്യത്യാസം വരാതെ ഇരുന്ന് തിന്നോണ്ടിരിക്കുന്നു. എന്നിട്ട് ഇത് കണ്ടപ്പോ എനിക്ക് കലി വന്നു. ഒരു സാധാരണ മനുഷ്യന് ചോറിൽ നിന്ന് മുടി കെട്ടിക്കഴിഞ്ഞാൽ ദേഷ്യം വരുമോ ഇല്ലയോ? മണിക്കുട്ടൻ ചേട്ടനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ചോറിന് മുടി കെട്ടിക്കഴിഞ്ഞാൽ എന്തോരം ഭൂകമ്പം ഉണ്ടാക്കിയാനെ. ആണോ ഇല്ലയോ? ഞാനാണെങ്കിലും അതെ. ഇത് ഒന്നും പറയാതെ ഇരുന്ന് കഴിക്കുന്നു. അപ്പൊ എന്താ, വന്ന ദേഷ്യത്തിന് കടിച്ചമർത്തി അഭിനയം. നല്ല വെള്ള ചമയല്. അങ്ങനെ ഇപ്പൊ നല്ല വെള്ള ചമയേണ്ട വല്ല ആവശ്യമുണ്ടോ? തൊട്ടടുത്ത് ഞാൻ ഇരിപ്പുണ്ട്. എന്റെ അടുത്ത് പറയണ്ടേ, മണി ഇത് ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെങ്കിൽ ഇന്ന് പറഞ്ഞൂടെ? ആണോ അല്ലയോ? മനസ്സിലായ? ഇതാണ് കാര്യം. ചേട്ടന് കാര്യം പിടികിട്ടിയ? നല്ല വെള്ള ചമയല്, ഭാര്യയുടെ മുന്നില് വീട്ടുകാരുടെ മുന്നില് അഭിനയം. ദേഷ്യം വന്നാൽ ദേഷ്യം പുറത്ത് കാണിക്കണം. എനിക്ക് ദേഷ്യം വന്നില്ല. ഈ അഭിനയം കണ്ടപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ വായി തോന്നി വിളിച്ചു പറഞ്ഞു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. എന്റെ പാവ അച്ഛൻ ഒരക്ഷരം പോലും മിണ്ടാതെ മുടി വീണ ആ ഭക്ഷണത്തിന് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയി കൈ കഴുകിയിട്ട് വന്നപ്പം എന്താണ് മുടി വീണത് എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാതെ മിണ്ടാതിരുന്നതാണ് എന്റെ അച്ഛൻ ചെയ്ത തെറ്റ്. എന്നിട്ട് ഒരു കാരണവും ഇല്ലാതെ അച്ഛനോട് വഴക്കുണ്ടാക്കി കരഞ്ഞോണ്ട് അകത്ത് കയറി പോയി. ഇതൊന്നും അറിയാതെ മാമൻ എന്ത് ചെയ്തു? ഇവര് തമ്മിൽ ഡിവോഴ്സ് ചെയ്യണമെന്നും വീട് വിട്ട് ഇറങ്ങി പോവാന്ന് പറയുകയും ചെയ്തു. അതാണ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമേ പറഞ്ഞു ഇവര് തമ്മിലുള്ള കാര്യത്തിന് ഇടപെടരുത്. അവസാനം ഇവര് രണ്ടും ചക്കര ഈച്ചയും പോലെ ആവും. എന്തോ വരുന്നു. ആരാണ്ട് വിളിക്കുന്നു. വിളിച്ചു ആര് മക്കളെ? വിളിച്ച് മുങ്ങിയതാ. അങ്ങനെ മുങ്ങിയാലോ? പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പാമ്പിടിച്ച അളിയനെ എന്തെല്ലാം ഞാൻ പറഞ്ഞു. പണ്ട് മുതലേ എന്റെ നേച്ചർ അങ്ങനെ, ആവശ്യമില്ലാത്ത കാര്യത്തിന് കയറി ഇടപെട്ട് ചുമ്മാ അവസാനം നാറും. ഫോട്ടോയില്ല. അളിയ അളിയ എന്ത് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ലല്ലേ? ഒന്നുമില്ലെന്നേ. കുറ്റബോധം കൊണ്ട് മാധവൻ ഏതോ യന്ത്രമായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മാമനായിട്ട് വെച്ച് വെച്ചതല്ലേ? അളിയന് വിഷമം വല്ലതും ഉണ്ടോ? ഏയ് എന്തിന്? അല്ല ഞാൻ അങ്ങനൊക്കെ പറഞ്ഞതില് ഒരു വിഷമവും ഇല്ല. ഒന്നുമില്ലല്ലോ. അളിയൻ അങ്ങോട്ടൊന്ന് മാറിയേ. എന്താ അളിയ? അങ്ങോട്ടൊന്ന് മാറി നിക്കേ. പെങ്ങളിങ്ങ അടുത്ത് വന്നേ. എന്റെ പെങ്ങളെ, ഇതുപോലൊരു വീട്ടിലൊരു സംഭവം ഉണ്ടാവുമ്പം യഥാർത്ഥത്തിൽ ചൂടാകേണ്ട ആരാ? ഭർത്താവല്ലേ? അതിന് നീ പാവം പിടിച്ച അങ്ങേരത്ത് ചൂടായിക്കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം എന്നെ കൊണ്ട് ഡൈവോഴ്സ് ചെയ്യിക്കണമെന്ന് വരെ പറയേണ്ടി വന്നില്ലേ? എന്ത് കാര്യത്തിന്? ചൂടായില്ലാത്തോണ്ട്, ചൂടാവാത്തോണ്ട്. എന്താ ചൂടാകാത്തന്ന്? എടി, ഈ പാവപ്പെട്ട മനുഷ്യ എന്തുമാത്രം വിഷമിച്ച് കാണും. മേലാൽ ഇത്ര ആവർത്തിച്ചേക്കരുത്, പറഞ്ഞു കേട്ടല്ലോ. അളിയ കുഴപ്പമില്ല അളിയ, ഞാനും സോറി. അത് തന്നെ. എന്നാ നീ കൈ കൊടുക്ക്, കൈ കൊടുക്ക്. അനി ഞങ്ങള് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അളിയ. അല്ല, പ്രശ്നം ഇപ്പൊ സോൾവ് ആയില്ലേ? അതിന്റെ മുമ്പും ഇല്ലായിരുന്നു. അളിയനാണ് പ്രശ്നം. മാമനാണ്. അല്ല, ഇല്ലായിരുന്നല്ലേ? എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. മണി നമുക്ക് പോട്ടെ. ആയിക്കോട്ടെ. അല്ല മാമ, എനിക്ക് അറിഞ്ഞൂടാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, മാമൻ എന്തിന്റെ കേടായിരുന്നു? ഇടി അതെ, എനിക്ക് ആപ്പാടെ ഒരു പെങ്ങളല്ല ഉള്ളത്. അവിടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടത്തില്ല, പിടിച്ചാൽ ഇപ്പൊ എന്തായി? അല്ല, എന്നാലും ഇപ്പൊ അവര് ചോദിച്ചല്ലോ, ആ സാരമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.